ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തിരക്കേറിയതുമായ നഗരമാണ് മുംബൈ. മുംബൈയുടെ ഒരു ഭാഗത്ത് താമസിച്ചിരുന്ന സുരേഷ് എന്നയാൾ പതിവ് ജോലികളെല്ലാം അവസാനിപ്പിച്ച് സഹോദരി വീണയോട് സംസാരിക്കാൻ ഫോൺ വിളിച്ചു. വീണയുടെ കോൾ റിംപിൾ ജെയിനാണ് അന്ന് അറ്റൻഡ് ചെയ്തത്. റിംപിൾ ജെയിനോട് അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്, മുൻപത്തെക്കാളും ഇപ്പോൾ കുറവുണ്ടോ, സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. ഇതിന് റിംപിൾ ജെയിനും അതെ, അമ്മയ്ക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, മരുന്ന് കഴിച്ച് ഉറങ്ങുകയാണ്. ഇങ്ങനെ അവരുടെ സംഭാഷണം കുറച്ച് മിനിറ്റുകൾ തുടർന്നു. റിംപിൾ ജെയിനുമായുള്ള ഫോൺ കോൾ അവസാനിപ്പിച്ചതിന് ശേഷം സുരേഷ് വീണ്ടും തന്റെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. ഭർത്താവിനെ നഷ്ടപ്പെട്ട തന്റെ സഹോദരിയായ വീണ, അവരുടെ മകളായ റിംപിൾ ജെയിൻ, ഇവരുടെ സാമ്പത്തികമായ കാര്യങ്ങൾ, വീട്ടുവാടക, ഇക്കാര്യങ്ങളെല്ലാം അമ്മാവനായ സുരേഷ് ആയിരുന്നു ചെയ്തു വന്നത്. മാസത്തിൽ ഒരിക്കലെങ്കിലും തന്റെ സഹോദരിയുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്ന സുരേഷിന് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തന്റെ ജോലി തിരക്ക് കാരണം അവരെ സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഇവർ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് തങ്ങൾക്കുള്ളിൽ ബന്ധപ്പെട്ടിരുന്നു. റിംപിൾ ജെയിനുമായുള്ള സംഭാഷണം കഴിഞ്ഞ് കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം സുരേഷിന്റെ ഫോൺ വീണ്ടും റിംഗ് ചെയ്തു. അദ്ദേഹം ആ കോൾ അറ്റൻഡ് ചെയ്തു. ഫോണിന്റെ മറുവശത്ത് സംസാരിച്ചത് റിംപിൾ ജെയിനിന്റെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന അയൽക്കാരിയായിരുന്നു. അത് സുരേഷിന് വളരെ അടുപ്പമുള്ള പരിചയമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർ സുരേഷിനോട് ഇപ്പോഴെന്താ ഇങ്ങോട്ടൊന്നും വരാത്തത് എന്ന് ചോദിച്ചു. നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് ദിവസമായല്ലോ എന്ന്. ഇതിന് സുരേഷും അതെ, എനിക്കിവിടെ ജോലി അല്പം കൂടുതലാണ്, അതുകൊണ്ട് വരാൻ സാധിച്ചില്ല. ഞാൻ ഇപ്പോഴാണ് എൻ്റെ സഹോദരിയുടെ മകളായ റിംപിളിനോട് സംസാരിച്ചത്. ഇങ്ങനെ സുരേഷ് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ എതിർവശത്ത് സംസാരിച്ച സ്ത്രീ പറഞ്ഞത്, എല്ലാം ശരിയാണ് സാർ, നിങ്ങളുടെ സഹോദരിയുടെ മകളെ ഇടയ്ക്കെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറയാമോ? എപ്പോഴും അവൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്, പുറത്തേക്ക് വരുന്നേ ഇല്ല എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിന് സുരേഷ് അവളെന്തിന് ഒറ്റയ്ക്കിരിക്കണം, വീട്ടിൽ അവളുടെ അമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇതിന് ആ സ്ത്രീ, സാർ നിങ്ങൾക്കപ്പോൾ കാര്യം അറിയില്ലേ, നിങ്ങളുടെ സഹോദരി നാഗ്പൂരിലേക്ക് പോയിട്ട് 3 മാസമായല്ലോ, നിങ്ങൾ അവരോട് ഫോൺ ചെയ്ത് സംസാരിക്കാറൊന്നും ഇല്ല എന്ന് ചോദിച്ചു. ഇത് കേട്ട് സുരേഷും, വീണ നാഗ്പൂരിൽ പോയെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? നിങ്ങളുടെ സഹോദരിയുടെ മകളായ റിംപിൾ തന്നെയാണ് അമ്മ നാഗ്പൂരിലേക്ക് പോയെന്ന് പറഞ്ഞത്. കഴിഞ്ഞ 3 മാസമായി ഇത് തന്നെയാണ് അവൾ പറയുന്നത്. നിങ്ങളുടെ സഹോദരിയെ ഞങ്ങൾ കണ്ടിട്ട് തന്നെ 3 മാസത്തോളമായി എന്നും പറഞ്ഞു. ഇത് കേട്ട് സുരേഷിന് ഒന്നും തന്നെ മനസ്സിലായില്ല. അദ്ദേഹം കോള് കട്ട് ചെയ്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു അദ്ദേഹം. ഒരല്പസമയം മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ഓർത്തത്. കഴിഞ്ഞ 3 മാസമായി അദ്ദേഹം തൻ്റെ സഹോദരിയോട് വാട്സപ്പിൽ മാത്രമാണ് ചാറ്റ് ചെയ്തത്. നേരിട്ട് ഒരു തവണ പോലും ഫോണിൽ സംസാരിച്ചിട്ടില്ല. സഹോദരിക്ക് ഫോൺ വിളിക്കുമ്പോഴെല്ലാം അത് റിംപിൾ ജെയിനാണ് അറ്റൻഡ് ചെയ്യുന്നത്. അമ്മ കുളിക്കുകയാണ്, അമ്മ ഉറങ്ങുകയാണ്, അമ്മ കഴിക്കുന്നു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറയും. ഇതെല്ലാം ഓർത്തെടുത്ത സുരേഷിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി. തനിക്കന്ന് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട് തൻ്റെ മകനെ വീണ താമസിക്കുന്ന വീട്ടിലേക്ക് അയക്കുന്നു. സുരേഷിന്റെ മകൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീടിന്റെ വാതിൽ അകത്തു നിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു. വാതിൽ മുട്ടിയിട്ടും ഒരുപാട് സമയം മുട്ടിയിട്ടും തുറന്നില്ല. പിന്നീട് വാതിൽ ശക്തമായി മുട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് വാതിൽ പതിയെ തുറന്നത്. എന്നാൽ വാതിൽ പൂർണ്ണമായും തുറക്കാൻ കഴിയാത്ത വിധം അകത്തു നിന്നും ചങ്ങല കൊണ്ട് പൂട്ടിയിരുന്നു. ആ ചെറിയ ഗ്യാപ്പിലൂടെ റിംപിൾ ജെയിൻ തലയിട്ട് പുറത്തേക്ക് നോക്കി. എന്നിട്ട് ചോദിച്ചു, ഫോൺ ചെയ്യാതെ എന്താ പെട്ടെന്ന് വന്നത് എന്ന്. ഇപ്പൊ സുരേഷിന്റെ മകൻ, ഞാൻ എൻ്റെ അമ്മായിയെ കാണാനാണ് വന്നത്, കതക് തുറക്ക്, ഞാൻ അകത്തോട്ട് വരട്ടെ എന്നും പറഞ്ഞു. ഇതിന് റിംപിൾ ജെയിൻ, ഇല്ല, അമ്മ ഉറങ്ങുകയാണ്, നിങ്ങൾ പിന്നീട് വന്നാൽ മതി എന്നും പറഞ്ഞ് കതക് വളരെ വേഗത്തിൽ അടച്ചു. റിംപിൾ ജെയിൻ വാതിൽ തുറന്ന ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ വീടിനുള്ളിൽ നിന്നും വല്ലാത്തൊരു ദുർഗന്ധം വരുന്നത് സുരേഷിന്റെ മകൻ ശ്രദ്ധിച്ചു. അത് സാധാരണയിൽ നിന്നും വളരെ വ്യത്യസ്തമായ എന്തോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. റിംപിൾ ജെയിൻ എന്ന ഈ ഒരു പെൺകുട്ടി എന്തുകൊണ്ടാണ് തൻ്റെ അമ്മാവനോട് ഒരു കാര്യവും അയൽക്കാരോട് മറ്റൊരു കാര്യവും പറയുന്നത്? വീണ 3 മാസമായി എന്തുകൊണ്ട് സുരേഷിനോട് സംസാരിക്കുന്നില്ല? വീണയ്ക്ക് അങ്ങനെ എന്താണ് സംഭവിച്ചത്? ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം വളരെ ഭയാനകമായ ഒരു ഉത്തരം നൽകിയ 2023 മുംബൈയിൽ സംഭവിച്ച വളരെ ഭയാനകമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. സുരേഷിന്റെ മകൻ അന്ന് അവിടെ പോയി തിരികെ എത്താൻ വൈകിയതുകൊണ്ട് സുരേഷിന്റെ കുടുംബം അന്നത്തെ ദിവസം ഒന്നും ചെയ്തില്ല. അടുത്ത ദിവസം 2023 മാർച്ച് മാസം 15-ാം തീയതി സുരേഷിന്റെ ഭാര്യ മാത്രം റിംപിൾ ജെയിൻ താമസിക്കുന്ന ആ വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടി. അപ്പോഴും റിംപിൾ ജെയിൻ വാതിൽ ചെറുതായി ഒന്ന് തുറന്നിട്ട്
അമ്മ ഉറങ്ങുകയാണെന്നും ഇപ്പോൾ അവരെ ശല്യപ്പെടുത്തരുത് എന്നും പറഞ്ഞ് വാതിൽ വളരെ വേഗത്തിൽ അടച്ചു. പിന്നീട് അതേ പ്രദേശത്തുണ്ടായിരുന്ന ചില ബന്ധുക്കളെ സുരേഷിന്റെ ഭാര്യ വിളിച്ചുകൊണ്ടുവന്നു. എന്നിട്ട് വാതിൽ മുട്ടി. ബലമായി വാതിൽ തുറന്ന് വീടിനുള്ളിലേക്ക് കയറി. തുടർന്ന് ബന്ധുക്കൾ ആ വീട്ടിലെ എല്ലാ മുറികളിലേക്കും പോയി. എവിടെയും വീണ ഇല്ല എന്ന് മനസ്സിലായി. റിംപിൾ ജെയിനോട് അതിനെക്കുറിച്ച് ചോദിച്ചു. അതിനവൾ പറഞ്ഞത് അമ്മ മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് എന്ന്. ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞപ്പോൾ അവർക്കിടയിൽ തന്നെ ഒരു തർക്കമുണ്ടാകാൻ തുടങ്ങി. ഇപ്പോൾ സുരേഷിന്റെ ഭാര്യ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചു. പോലീസ് സംഘം ആ ഒരു ഏരിയയിലേക്ക് പ്രവേശിച്ച ഉടൻ തന്നെ ആ സ്ഥലം വല്ലാതെ തിരക്കേറിയതായി മാറി. ആളുകളെല്ലാം തടിച്ചുകൂടാൻ തുടങ്ങി. പോലീസ് വീണ്ടും ചെന്ന് ആ വീടിന്റെ വാതിൽ മുട്ടി. അപ്പോഴും അവൾ വാതിൽ തുറന്നില്ല. പിന്നീട് പോലീസ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ അവൾ വാതിൽ തുറന്നു. വീടിനുള്ളിൽ കയറി നോക്കിയപ്പോൾ റിംപിൾ ജെയിൻ വളരെ വൃത്തിഹീനയായിരുന്നു. ഒരുപാട് ദിവസമായി കുളിക്കാത്തതുപോലെ ശരീരമാസകലം അഴുക്കായിരുന്നു. കൂടാതെ ആ വീടിന്റെ ഹാൾ അതും വൃത്തികേടായി മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. വീടിനുള്ളിൽ എന്തോ കേടായ മാംസത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു ഗന്ധം അതുപോലൊന്ന് അവിടെ അവർക്ക് അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ റൂം ഫ്രഷ്നറിന്റെ ഗന്ധവും അവിടെ വളരെ ശക്തമായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാ മുറികളിലും പരിശോധിച്ചപ്പോൾ എവിടെയും വീണയില്ല എന്ന് മനസ്സിലായി. എന്തുകൊണ്ട് ഈ വീട് ഇത്ര വൃത്തികേടായി കിടക്കുന്നു? ഈ ദുർഗന്ധം എവിടെ നിന്നാണ് വരുന്നത് എന്ന് പോലീസ് അവളോട് ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ അവൾ യാതൊരു മറുപടിയും പറയാതെ മൗനം പാലിച്ചു. ശരി, നിന്റെ അമ്മ എവിടേക്കാണ് പോയത്? അമ്മാവനോട് അമ്മ വീട്ടിൽ ഉറങ്ങുകയാണെന്ന് കള്ളം പറഞ്ഞു. പക്ഷേ അയൽക്കാരോട് അവർ നാഗ്പൂരിലേക്ക് പോയതായും കള്ളം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറി മാറി കള്ളം പറഞ്ഞത്? ഇങ്ങനെ റിംപിൾ ജെയിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന അതേ സമയം ആ വീട്ടിലെ ഒരു മുറിയിൽ പരിശോധന നടത്തിക്കൊണ്ടിരുന്ന മറ്റൊരു പോലീസുകാരൻ പെട്ടെന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. മറ്റു പോലീസുകാരെല്ലാം ഓടിച്ചെന്ന് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. അയാൾ ഒരു പോളിത്തീൻ ബാഗ് തുറന്ന് അതവർക്ക് കാണിച്ചു കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അത് കണ്ട് ഞെട്ടിപ്പോയി. കീറി മുറിച്ച അഴുകിയ ഒരു മനുഷ്യന്റെ ശരീരഭാഗമായിരുന്നു അതിലുണ്ടായിരുന്നത്. തുടർന്ന് ഫോറൻസിക് ഉദ്യോഗസ്ഥരെല്ലാം ആ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. സമഗ്രമായ ഒരു പരിശോധന നടത്തി. പരിശോധനയിൽ വീട്ടിലെ 2 ചെറിയ പ്ലാസ്റ്റിക് ടാങ്കുകൾ പൂർണ്ണമായും വെള്ളം നിറഞ്ഞിരിക്കുന്നതായും വെള്ളത്തിൽ പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞ മനുഷ്യ കൈകളും കാലുകളും ഉണ്ടായിരുന്നതായും കണ്ടെത്തി. കൂടാതെ വീടിന്റെ അടുക്കളയിൽ പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞ ഛേദിക്കപ്പെട്ട മനുഷ്യ തലയുണ്ടായിരുന്നു. മാത്രമല്ല വീടിന്റെ അലമാരയിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ അഴുകിയ ശരീരഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഇതെല്ലാം എടുത്ത് പരിശോധനയ്ക്കായി ലാബിലേക്ക് കൊണ്ടുപോയി. ഈ സംഭവത്തെക്കുറിച്ച് സുരേഷ് പറഞ്ഞത് 2000 ആ ഒരു വർഷത്തിലായിരുന്നു റിംപിളിന്റെ അച്ഛൻ HIV ബാധിച്ചു മരിച്ചത്. ഭാര്യ വീണയാണ് ഈ HIV അണുബാധയ്ക്ക് കാരണം. വീണയിൽ നിന്നാണ് ഭർത്താവിലേക്ക് HIV ബാധിച്ചത്. ഈ കാരണങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് വീണയെയും മകളെയും കുടുംബത്തിൽ നിന്നും അകറ്റി നിർത്തി. ഭർത്താവിന്റെ കുടുംബം അവരെ മാറ്റിയതിനു ശേഷം അവർക്ക് പിന്നെ യാതൊരു പിന്തുണയും ഇല്ലാതെയായി. ഇങ്ങനെ തുണയില്ലാതെ നിന്ന് എന്റെ സഹോദരിയെയും മകളെയും സംരക്ഷിച്ചത് ഞാനായിരുന്നു അവർക്കൊരു വീട് വാങ്ങിക്കൊടുത്ത് താമസിക്കാനായി അനുവദിച്ചത്. അവരുടെ ചിലവുകൾക്കെല്ലാം മാസം തോറും ഞാൻ പണം അയച്ചു കൊടുക്കുമായിരുന്നു. ഈ റിംപിൾ ജെയിൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. +2 പൂർത്തിയാക്കിയതിനു ശേഷം അവളെ ഒരു കോളേജിൽ ചേർത്തു BSc പഠിക്കാൻ. പക്ഷേ എന്താണെന്നറിയില്ല, പഠിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൾ 1ാം വർഷം തന്നെ ആ കോളേജ് വിട്ടു. കോളേജ് വിട്ടതിന് ശേഷം പഠിക്കാനേ പോകുന്നില്ല, ജോലിക്കെങ്കിലും പോയെന്ന് അവളുടെ അമ്മ പറഞ്ഞു. എന്നിട്ടും ജോലിക്കൊന്നും പോകാൻ തനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് അവൾ വീട്ടിൽ തന്നെ ഇരുന്നു. ഇത് കാരണം അവർക്കിടയിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഒരു ഘട്ടത്തിൽ റിംപിൾ ജെയിൻ എന്റെ സഹോദരിയായ വീണയെ അടിക്കാൻ തുടങ്ങി. വീണ എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ റിംപിൾ ജെയിനെ ശകാരിച്ചിരുന്നു. പക്ഷേ വീണ എന്നെ വിളിക്കുമ്പോഴെല്ലാം റിംപിൾ ജെയിൻ തന്നെ തല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. മകൾ തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയത്തെക്കുറിച്ചും വീണ എന്നോട് പറയുമായിരുന്നു. എന്റെ അനിയത്തിയെയും റിംപിൾ ജെയിനെയും ഞാൻ മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ എങ്കിലും വന്ന് കാണുമായിരുന്നു. അവസാനമായി ഞാൻ 2022 ഡിസംബർ മാസമായിരുന്നു ഈ വീട്ടിലേക്ക് വന്നത്. അതിനുശേഷം ജോലി തിരക്കുകൾ കാരണം എന്നെ കൊണ്ടിവിടെ വരാൻ സാധിച്ചില്ല. ഞാൻ വരാത്ത ആ ഒരു ഗ്യാപ്പിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത് എന്ന് സുരേഷ് പറഞ്ഞു. ഇതേ തുടർന്ന് മുംബൈ പോലീസ് റിംപിൾ ജെയിനെ ചോദ്യം ചെയ്യാനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അവളെ ചോദ്യം ചെയ്തപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഏറെക്കാലമായി സുഖമില്ലായിരുന്നു. ഈ സാഹചര്യത്തിൽ ഡിസംബർ മാസത്തിലെ ഒരു ദിവസം അവർ പടിക്കെട്ടിൽ നിന്നും താഴെ വീണു. ആ സമയത്ത് അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന 2 ആൺകുട്ടികളെ സഹായത്തിനായി വിളിച്ചു. അവരിൽ ഒരാൾ എൻ്റെ കാമുകനായിരുന്നു. അവരുടെ സഹായത്തോടു കൂടിയാണ് അമ്മയെ തൂക്കി കട്ടിലിൽ കൊണ്ട് കിടത്തിയത്. അവർ താഴെ വീണ അന്നു മുതൽ അമ്മയുടെ ശാരീരിക നില വളരെ മോശമായിക്കൊണ്ടിരുന്നു. അടുത്ത 2 ദിവസത്തിൽ അമ്മ മരിക്കുകയും ചെയ്തു. പക്ഷെ എൻ്റെ അമ്മയുടെ മരണത്തെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞാൽ അമ്മയുടെ മരണത്തിന് ഞാനാണ് ഉത്തരവാദി എന്ന് പറയും.
കാരണം ഞങ്ങൾക്കിടയിലുള്ള വഴക്കുകളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആരും അറിയാതെ അവരുടെ ബോഡി ഡിസ്പോസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. ഇക്കാര്യം ഞാൻ എൻ്റെ കാമുകനോട് പറഞ്ഞു. അവനും വന്ന് കണ്ടിട്ട് ടൈൽ മുറിക്കുന്ന ഒരു മെഷീൻ വാങ്ങി. അതിനുശേഷം അമ്മയുടെ ഡെഡ് ബോഡി കഷ്ണങ്ങളായി മുറിച്ചു. ബാത്റൂമിലിട്ട് ഫ്ലഷ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഒന്നും ഉള്ളിലേക്ക് പോകാതെ അടഞ്ഞുകൂടാൻ തുടങ്ങി. പിന്നീട് അവനൊരു എയർ കംപ്രസർ വാങ്ങിക്കൊണ്ടുവന്നു. ഈ അടിഞ്ഞുകൂടിയതെല്ലാം വൃത്തിയാക്കി. പക്ഷെ ഈ ജോലി ഒറ്റ ദിവസം കൊണ്ടൊന്നും പൂർത്തിയായില്ല. വീണ്ടും ദിവസങ്ങൾ എടുക്കുമെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ അടുത്ത ദിവസം അവൻ ചെയ്തതുപോലെ തന്നെ ഞാനും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ബാത്റൂമിൽ ഫ്ലഷ് ചെയ്തു. പക്ഷെ ദിവസങ്ങൾ കഴിയുന്തോറും വീട്ടിൽ നിന്നും വല്ലാത്ത ദുർഗന്ധം വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കടയിൽ ചെന്ന് ഒരു റൂം ഫ്രഷ്നർ വാങ്ങിക്കൊണ്ടുവന്നു. വീട് മുഴുവനും അടിച്ചു. പക്ഷെ ദുർഗന്ധത്തിന് യാതൊരു അവസാനം ഉണ്ടായില്ല. ഇതിനുശേഷം ഞാൻ എല്ലാ ശരീരഭാഗങ്ങളും 2 പ്ലാസ്റ്റിക് ബാഗിലാക്കി ആ 2 പ്ലാസ്റ്റിക് ബാഗുകളും 2 ഡ്രമ്മിനുള്ളിലിട്ടു. എന്നിട്ട് ആ ഡ്രമ്മ് മുഴുവനും വെള്ളം നിറച്ചു. വീട്ടിലെ ഈ ദുർഗന്ധം കാരണം എനിക്ക് പാചകം ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. കുളിമുറിക്കുള്ളിലേക്ക് കടക്കാൻ പോലും കഴിഞ്ഞില്ല. അവിടെയുള്ള ഈ ദുർഗന്ധം കാരണം കുളിക്കുന്നത് തന്നെ അവസാനിപ്പിച്ചു. വീടിന് താഴെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കും. ഇതിനുശേഷം റിംപിൾ ജെയിൻ പറഞ്ഞ ആ കാമുകൻ അവനെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവൻ പറഞ്ഞത് റിംപിൾ ജെയിൻ പറഞ്ഞതെല്ലാം കള്ളമാണ്, ഞാൻ അവളുടെ കാമുകനൊന്നും അല്ല. ഡിസംബർ മാസത്തിലെ ഒരു ദിവസം അവൾ വീടിന്റെ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. ഞാൻ അതുവഴി പോയപ്പോൾ എനിക്ക് കുറച്ച് ബോഡി സ്പ്രേ വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചു. ഞാനും കടയിൽ ചെന്ന് വാങ്ങിക്കൊണ്ട് വന്നു. അമ്മ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണെന്നും പറഞ്ഞു. അത് മാത്രമേ എനിക്കറിയൂ. ആ വീടിനുള്ളിലേക്ക് പോലും ഞാൻ കയറിയിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. എങ്കിലും പോലീസ് വീണ്ടും അവനെ വിശദമായി ചോദ്യം ചെയ്തു. പിന്നീട് അവൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വ്യക്തമായി. സംഭവം നടന്ന ഏതാനും ആഴ്ചകൾക്ക് ശേഷം വീണയുടെ റിമൈൻസ് പരിശോധിച്ച ഡോക്ടേഴ്സ് പറഞ്ഞത് അവർ മരിക്കുന്നതിന് മുൻപ് അവരുടെ കഴുത്തിന്റെ എല്ല് മുറിഞ്ഞിട്ടുണ്ട് എന്ന്. എന്നാൽ ഇക്കാരണം കൊണ്ട് മാത്രം റിംപിൾ ജെയിൻ ആണ് വീണയെ കൊന്നത് എന്ന് ഉറപ്പിക്കാനും സാധിക്കില്ല. റിംപിൾ ജെയിൻ പറഞ്ഞതും ഇത് തന്നെയാണ്. അമ്മയുടെ ശരീരം ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ചു, പക്ഷെ അവരെ ഞാൻ കൊന്നിട്ടില്ല. ഇതിനകം അമ്മ സ്വാഭാവികമായി മരിച്ചിരുന്നു. ഡെഡ് ബോഡി മറച്ചു വയ്ക്കാനാണ് ഞാൻ ശരീരം ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ചതെന്ന് പറഞ്ഞു. ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് റിംപിളിന് കുട്ടിക്കാലം മുതൽ തന്നെ തന്റെ അമ്മയോടൊരു പ്രത്യേക വെറുപ്പുണ്ടായിരുന്നു. മാത്രമല്ല, വീണ രോഗിയായി കിടന്നപ്പോൾ റിംപിൾ ആയിരുന്നു വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തത്. ദിവസങ്ങൾ കഴിയുന്തോറും അവൾക്ക് പിന്നെ വെറുപ്പ് വർദ്ധിച്ചു വന്നു. അതുകൊണ്ടാണ് റിംപിൾ ഒരു ഘട്ടത്തിന് ശേഷം വീണയെ കൊലപ്പെടുത്തിയത്. റിമൈൻസ് പരിശോധിച്ച ഡോക്ടേഴ്സ് പറഞ്ഞത് 2022 ഡിസംബർ മാസം 27 അന്ന് ഈ കൊലപാതകം നടന്നിരിക്കാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞു. ഇത്രയധികം വൈരുദ്ധ്യങ്ങളുള്ള ഈ ഒരു കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുകയാണ്. റിംപിൾ ജെയിന് എന്ത് ശിക്ഷ ലഭിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എങ്കിലും നമുക്കിപ്പോഴും ഒരു ചോദ്യം മനസ്സിലങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. ശരിക്കും വീണ എങ്ങനെയായിരിക്കും മരിച്ചത്? മകളായ റിംപിൾ ജെയിൻ തന്നെ കൊന്നതായിരിക്കുമോ? അല്ലെങ്കിൽ അവൾ പറഞ്ഞതുപോലെ അമ്മ സ്വാഭാവികമായി മരിക്കുകയും അത് പുറത്തു പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളൊരു ഭയത്തിൽ അവളെ ഡെഡ് ബോഡി മറച്ചു വെക്കാൻ ശ്രമിച്ചതാണോ? ഈ കേസ് ശ്രദ്ധിക്കുമ്പോൾ HIV ബാധിതയായ അമ്മയോടൊപ്പം വളർന്ന റിംപിൾ ജെയിന് വല്ലാത്തൊരു അപകർഷബോധം ഉണ്ടായിരുന്നു. സമൂഹത്തിൽ ആരുമായും അവൾ ഇടപഴകിയില്ല. ഇക്കാരണത്താൽ തന്നെ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന റിംപിൾ ജെയിൻ പിന്നെ കോളേജിൽ പോകുന്നത് അവസാനിപ്പിച്ചു. അവൾക്ക് പുറത്തിറങ്ങാൻ മടിയായതുകൊണ്ട് ജോലിക്ക് പോലും പോയില്ല. ഈ സാഹചര്യത്തിലാണ് അവളുടെ അമ്മ നീ ഇങ്ങനെ നടക്കാവൂ, നീ ഇങ്ങനെ ചെയ്യാവൂ, ജോലിക്ക് പോകാവൂ, ഇങ്ങനെയുള്ള ചില ചട്ടങ്ങളെല്ലാം കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻസ് എല്ലാം പറഞ്ഞു. ഇത് അവൾക്ക് വീണ്ടും മാനസിക സംഘർഷം ഉണ്ടാക്കി. വീണയുടെ മരണം സ്വാഭാവികം അല്ലെങ്കിൽ കൊലപാതകം എങ്ങനെയായാലും അവർ മരിച്ച കാര്യം പുറത്ത് ആരോടും പറയാതെ ശരീരം കഷ്ണങ്ങളാക്കി വെട്ടിയതിന് റിംപിൾ ജെയിന്റെ ആ മാനസിക സംഘർഷമായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാരണം. വീണ്ടും പറയണമെങ്കിൽ ഒരു മാനസിക രോഗിയെ പോലെയായിരുന്നു റിംപിൾ ജെയിൻ ആ വീട്ടിൽ ജീവിച്ചത്. ഒരുപക്ഷെ റിംപിൾ ജെയിൻ എല്ലാവരുമായും സാധാരണ രീതിയിൽ ഇടപഴകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഭയാനകമായ സംഭവം നടക്കുമായിരുന്നോ എന്നുള്ളത് സംശയം തന്നെയാണ്. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശരിക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? കുറ്റവാളി റിംപിൾ ജെയിൻ തന്നെയായിരിക്കുമോ? അല്ലെങ്കിൽ അവൾക്കുള്ളിലെ ആ മാനസിക രോഗി ആയിരിക്കുമോ ഇവയ്ക്കെല്ലാം കാരണം? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഒരു ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും സബ്സ്ക്രിപ്ഷനും ആയിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനും അത് സഹായിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.